തങ്കം 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 എന്തായി അറിയോ ഞങ്ങളേക്കാ? സിമ്മിയാടി അയ്യോ എത്ര കാലം കണ്ടിട്ട്. ഓ നിന്റെ അഡ്രസ് തപ്പി നടന്ന എന്റെ പൊന്നു മോളെ എങ്ങനെ എത്തി? എന്നിട്ട് ആ രാഗിണിയുടെ അടുത്ത് ചോദിച്ച് അഡ്രസ് മേടിച്ച് പേടി കണ്ടുപിടിച്ചു. എത്ര കാലം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്ത് പറയണ? പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? വിശേഷമൊക്കെ പറയാം, നീ ഇരിക്കേ. എന്ത് പറ്റി? കണ്ണൊക്കെ ഒന്നുമില്ല, ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പം പുകടിച്ചതായിരിക്കും. ഇവിടെ അതേപോലെ തന്നെ ഇരിക്കണം. നീ വളർന്നിട്ടില്ലല്ലോ വെച്ച. എനിക്ക് വളർച്ചയൊന്നുമില്ല. എവിടെയാ നീ ഇപ്പൊ? നിങ്ങളൊക്കെ എവിടെയാ ഇപ്പൊ? ഞാൻ ബാംഗ്ലൂര്. അവളൊരു ബാംഗ്ലൂരിനെ കിട്ടിയേക്കുന്നത്. അപ്പൊ ബാംഗ്ലൂർ സെറ്റിലാണ്. ബാംഗ്ലൂരുള്ള ആളോ? അപ്പൊ പിള്ളേരൊക്കെയോ? ഒരു മോനുണ്ട്. ആണോ? നിന്റെ വിശേഷം? ഞാൻ എറണാകുളത്ത് തന്നെ ഒരു ബൊട്ടീക്കൊക്കെ ഇട്ട് നല്ല സുഖമായി ബൊട്ടീക്കിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് പിന്നെ ബിസിനസ് ആണല്ലോ, നേരത്തെ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയ ബിസിനസ് ആണല്ലോ. ഞാൻ ഈ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട്. എറണാകുളത്ത് ഞങ്ങളൊരു പ്രാവശ്യം വന്നായിരുന്നു. ആണോ? ഇനി വരുമ്പോ വിളിക്കണം കേട്ടോ, ഞാൻ നമ്പറൊക്കെ തരാം. പിന്നെ നീ എന്ത് ചെയ്യണു? നീ ജോലിക്കൊന്നും പോണില്ല? ഞാന് ജോലിക്ക് പോണില്ല. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമല്ല ജോലിക്ക്. പുള്ളിക്കാരൻ എന്താ ബിസിനസ് ആണോ? അല്ല, പുള്ളിയും മറ്റേ ഇച്ചിരി പ്രമുഖനാ. ആണോ? ഈ രാഷ്ട്രീയത്തിലൊക്കെയാ. MLA ആണോ? MLA അല്ല, കൗൺസിലർ ആയിരിക്കും അല്ലേ? അല്ല, അതേപോലെയൊക്കെ ആവും. രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിയിൽ വലിയ ഒരാളാ. ആണോ? നിനക്ക് ആളെ മനസ്സിലായോ? ഇല്ല. എന്നെ കിട്ടിയത് ആരാന്നറിയോ? നമ്മുടെ സീനിയർ ആയിട്ട് പഠിച്ചില്ലേ, ക്ലീറ്റസ്. പ്രസംഗിക്കുമ്പോ എല്ലാരും പക്ഷെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കൂ കേട്ടോ. ആണോ? എന്നിട്ട് എന്താ ഒന്നും നല്ലൊരു പോസ്റ്റ് ഒന്നും കിട്ടാത്ത ഇത്ര നാളും രാഷ്ട്രീയത്തിൽ വന്നിട്ട്? അത് ക്ലീറ്റോന് അങ്ങനെ ഈ പദവികളൊന്നും ഇഷ്ടമല്ല. ആണോ? ഇങ്ങനെ പൊതു സേവനങ്ങളൊക്കെ തന്നെയാ ഇഷ്ടം. ഓ പാവം പാവം. ചേട്ടനും അമ്മയൊക്കെ ഇവിടെ തന്നെയല്ലേ? ഈ വീട്ടിൽ? അവരപ്പുറത്ത്. ഇത് ഒറ്റ വീടല്ലേ ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ വീട് വെച്ച് മാറാത്തത്? രാഷ്ട്രീയത്തിലേക്ക് ആകുമ്പോ നല്ല പിടിപാടൊക്കെ ഉള്ള വ്യക്തികളല്ലേ, അപ്പൊ എന്താ മാറാത്തത്? വീടൊക്കെ വെക്കണം. എന്ത് പറ്റി? എന്തോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞങ്ങളെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലേ ഇവൾക്ക്? സന്തോഷമൊക്കെ ഉണ്ട്. എന്ത് പറ്റി? ഭയങ്കര വിഷമിച്ചിരിക്കണ എന്താടാ? എന്ത് പറ്റി? എന്തിങ്ങനെ കരയണത്? തങ്കം, നിന്റെ കരച്ചിലാണോ ഞങ്ങൾ വന്നത്? കഷ്ടപ്പെട്ട് തേടി പിടിച്ച് അഡ്രസ്സൊക്കെ കണ്ട് എന്ത് പറ്റി? എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ പറ, തുറന്ന് സംസാരിക്കുക. എന്ത് പറ്റി? എന്താ നിന്റെ പ്രശ്നം? പറ. എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാടാ. ക്ലീറ്റോ എന്നോട് സ്നേഹമൊക്കെയാണ്, പക്ഷെ ഈ രാഷ്ട്രീയമൊന്നും പറഞ്ഞങ്ങ് പോകും. ഒന്നും ചെയ്തു തരൂല്ല വീട്ടിലേക്ക്. എല്ലാം ഞാൻ തന്നെ നോക്കണം. നീ എങ്ങനെ നോക്കും? ഇതാണ് ഇവരുടെ പ്രശ്നം. ഇടി അങ്ങനെ നീ പണിയെടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങേര് ജോലിക്കൊന്നും പോവാത്തത്. മനസ്സിലായോ? അങ്ങേർക്കറിയാം നീ ആരുടെങ്കിലും കാല് പിടിക്കും, കനകനോട് ചോദിക്കും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകും, എല്ലാം അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ പണിക്ക് പോണില്ല, നിനക്ക് തിന്നാനൊന്നും തരുന്നില്ല. നീ ഒന്ന് വീട്ടിലിരുന്ന് നോക്കിയേ. നീ ഒന്നും ചെയ്യാതെ എന്നെ കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് നോക്കിയേ. അയാൾ മര്യാദക്ക് ജോലിക്ക് പോയിട്ട് പൈസ ഒപ്പിച്ചു തന്നത് കാണാം. ഇല്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എടി, അത് അയാൾക്ക് നല്ല ഉറപ്പുണ്ട് നീ പോകുന്നുള്ള കാര്യം. ഞാൻ പോവാതിരുന്ന എന്റെ കുഞ്ഞു വിഷമിക്കൂലേ? എടി, അതേപോലത്തെ കൺസേൺ അയാൾക്കും ഇല്ലേ? അയാളുടെ കൂടി കുഞ്ഞല്ലേ അത്? നീ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന കുഞ്ഞൊന്നുമല്ലല്ലോ. അപ്പൊ അതാണ് പറയണത്, നീ വെറുതെ ഇങ്ങനെ നീ കുറച്ച് ബോൾഡ് ആവണം. എന്റെ പൊന്നു മോളെ, പണ്ടത്തെ കാലമൊന്നും അല്ല ഇത്. അങ്ങനെയൊന്നും ആരും പിണങ്ങുന്നില്ല. നീ ധൈര്യമായിട്ടിരുന്നേ, നീ കുറച്ച് ബോൾഡായിട്ടിരുന്നേ. നീ എന്തേ പറയണത്? എടി, നീ ഒന്ന് എറണാകുളത്തൊക്കെ വന്ന് നോക്കണം പെൺപിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എത്ര ബോൾഡായിട്ടാണെന്നറിയോ അവരൊക്കെ ജീവിക്കണത്. നീ ഇങ്ങനെ അടുക്കളയിലെ പൊടിയും എല്ലാം ഇതാക്കി തൊഴിലുറപ്പിന് പോയി പൈസ ഉണ്ടാക്കി ഭർത്താവിന്
ഷർട്ടും എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്ത് ഇങ്ങനെ നടന്നിട്ടാണ് അയാൾക്ക് ഇത്ര തരം. നീ ബോൾഡായിട്ട് നിൽക്കണം. നീ പണിക്ക് പോകില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാന്ന് പറയണം. എനിക്ക് പേടി അങ്ങനെ. എടി നീ എന്തിനു പേടിക്കണം? അതൊന്ന് പറഞ്ഞു തന്നെ. നീ എന്തിനാ പേടിക്കണത്? നീ ആരെയും പേടിക്കണല്ലോ? ക്ലീറ്റ് ഇട്ടിട്ട് എവിടെ പോവാൻ? നീ എവിടെയും പോകൂല. ക്ലീറ്റൊക്കെ നീ ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അയാൾക്ക് നല്ല തരമുണ്ട്. അയാൾക്ക് നല്ലോണം അറിയാം നീ നന്നായിട്ട് പണിയെടുത്ത് അയാളെ നോക്കുമെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാളൊന്നും ഇട്ടിട്ട് പോകാനൊന്നും പോണില്ല. നീ കുറച്ച് ബോൾഡായി നീ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് തുടർന്ന് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോയും അവിടെ പോയി ഇവിടെ പോയി നീ നശിയുള്ളൂ. മനസ്സിലായോ ലീറ്റോ? ലീറ്റോ, ആ ഇത് സിമി എന്റെ കൂടെ പഠിച്ചത്, ഗ്രീഷ. നിന്റെ ബാച്ചിലെ ഓർമ്മയില്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വെച്ചിട്ട്. എനിക്ക് കണ്ടോളൂ കുഞ്ഞ ഇതുപോലെ ഇങ്ങനെയാണ് കുഞ്ഞായിരുന്നു പോലെ അല്ലേ? അവളിപ്പോ ബാംഗ്ലൂരാ. ബാംഗ്ലൂര് എന്ത് പരിപാടി? ഹസ്ബൻഡ്. ആ അത് ശരി. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എറണാകുളം തന്നെ ബൊട്ടീക്കൊക്കെ ഇട്ട്. പൊട്ടിക്കാ? ബൊട്ടീക്ക് പടക്കക്കടയാ? ബൊട്ടീക്ക്. ആ ചുരിദാറിന്റെ സാരി. എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അങ്ങനെ തോന്നി. മോളെ എന്ത് പറയാൻ, ഞാൻ കുറെ തിരക്കായി പോയി. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് വല്ലതും കൊടുത്തോ? ഇല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതല്ലല്ലോ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് ഫുഡ് എവിടെ പുറത്തുനിന്ന് പറയട്ടെ ഞാൻ. ഓഹോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാ, കുറച്ച് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. ഓ അത് വേണ്ട, അത് വേണ്ട. വീട്ടില് പോയിട്ട് തിരക്കുണ്ട്, മക്കളുണ്ട്. വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാനേ പിന്നെ എടി മറ്റേ ഡൈനിങ് ടേബിൾ നോക്കാൻ കയറി. കറങ്ങുന്ന ഡൈനിങ് ടേബിൾ നീ വേണമെന്ന് പറഞ്ഞില്ലേ? ഇവള് പറഞ്ഞു അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കാനായിട്ട് പോയിട്ട് അത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കറങ്ങും, പക്ഷെ തിരിച്ചു കറങ്ങില്ല. നമുക്കത് പറ്റില്ലല്ലോ. എന്താ നമ്മള് വാങ്ങുന്ന എന്തെങ്കിലും കാശ് കൊടുത്ത് വാങ്ങണം. അവർ പറയണം 70,000-50,000 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് അത് അതല്ല. അങ്ങനെ പിന്നെ പൈസ തിരിച്ച് ഞാൻ കൊണ്ടുവന്നു വെച്ചോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ നമ്മളാ കസിൻസ് ടെക്സ്റ്റൈൽസിൽ നീ എന്ന് പറഞ്ഞ സാരി വന്നിട്ടുണ്ട് കേട്ടോ. പോയി മേടിച്ചോ. പിന്നെ എന്തൊക്കെ ഓർണമെന്റ്സ് എന്തൊക്കെ വേണമെന്നെല്ലാം മേടിച്ചു കേട്ടാ. ഇതൊക്കെ ഞാൻ പറയല്ലേ, അവർക്ക് ഇങ്ങനെ ഭയങ്കര നമ്മൾ ജീവിക്കണം. എന്തിനാണ് നമ്മളെ ഭാര്യയുടെ സന്തോഷം. പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ക്ലീറ്റോന്റെ കാര്യം. എന്ത് ചോദിച്ചാലും മേടിച്ചു തരും, ഭയങ്കര സ്നേഹമാണ്. അയ്യോ എനിക്ക് തരണ്ടല്ലേ ഉള്ളു. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കണേ, സമ്പാദിക്കണം. ബാംഗ്ലൂരൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? തണുപ്പുണ്ടല്ലേ? ഞങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം ബാംഗ്ലൂർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയല്ലേ ഇവർക്ക് ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പോവാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇതേപോലെ തന്നെ നോക്കണേ. ഇനിയിപ്പോ നിങ്ങൾ പറയണം എന്റെ തങ്കത്തിന്റെ എന്റെ മുത്തിനെ വേണ്ടി എനിക്ക് അറിഞ്ഞിടുന്നതൊക്കെ. നിങ്ങൾക്ക് ഒരുപാട് പറയാനൊക്കെ കാണും. സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാറില്ല. പിന്നെ എന്റെ പറയെ ഇങ്ങനെ നടക്കും. എന്റെ ഓരോ കാര്യങ്ങളും നോക്കി 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 നിങ്ങൾക്ക് ഒരുപാട് മിണ്ടാനും പറയാനൊക്കെ കാണില്ല. ഞാൻ ഇനി കട്ടറും ആകുന്നില്ല. നടക്കട്ടെ.